എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 1 കൊരിന്തോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ദാസന്മാരാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യന്മാർ, യൂറോപ്പിലെ ക്രൈസ്തവർ, പാവപ്പെട്ട ആഫ്രിക്കക്കാരെ നീണ്ട വടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെട്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് പശുക്കളെയും മറ്റു ജീവികളെയും കൊണ്ടുവരുന്നത് പോലെ യൂറോപ്പിൽ നിന്നിലേക്ക് ഈ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ശക്തമായി പീഡിപ്പിച്ച് ഭക്ഷണം കൊടുക്കാതെ കഠിന ജോലി ചെയ്യിപ്പിച്ച ആ അടിമത്തത്തെക്കുറിച്ചാണ് ഫാദർ മാരിയോ ജോസഫ് പറയുന്നതെങ്കിൽ തിരുത്തണം. താങ്കൾക്ക് ആ വിഷയത്തിലും വലിയ അബദ്ധം വന്നിട്ടുണ്ട്. കാരണം ബൈബിൾ പറയുന്നത് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ്. 2 കൊരിന്തോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എന്നിട്ട് അടിമേ എന്ന് പറഞ്ഞത് കൊണ്ട് ഭയങ്കരമായി മൂപ്പർക്ക് വിഷമായല്ലോ. ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവ രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. 1 കൊരിന്തോസിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഞാനിതിൽ നിന്ന് മാറുകയാണ്, പറഞ്ഞല്ലോ. ഞാൻ തയ്യാറാക്കി വെച്ചത് തന്നെ 30-ലധികം ഉദ്ധരണങ്ങളുണ്ട് ബൈബിളിൽ നിന്ന്. അടിമയെന്ന് വിളിക്കുന്നത്, അടിമയാകുന്നതിൽ അഭിമാനിക്കുന്നത്, ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ അവരുടെ ഇടയിൽപ്പെട്ട് എന്നിട്ടിത് അംഗീകരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു എന്താണ് പറയുക, അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ സക്രിയ. കാരണം മൂപ്പരാളത് ആദ്യം കാണുന്നു. ഇവൻ പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്.